പി വി അൻവർ കോഴിക്കോട്ടെ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുകയാണ്. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാമിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ നിലമ്പൂരിലായിരുന്നു പൊതുസമ്മേളനം. വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കോഴിക്കോട്ടെ ഈ പൊതുയോഗത്തിലും വലിയ ജനപങ്കാളിത്തമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. പി വി അൻവർ ഇപ്പോൾ വേദിയിൽ എത്തിയിരിക്കുന്നു. സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. മാമി കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ കുടുംബങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്നു. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, പി വി അൻവർ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ. പോലീസ് ആ സമയത്തും നടക്കാവിലെ പോലീസ് ആ സമയത്തും ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉള്ള തലക്കൊടുത്തൂരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ്. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം ഇതാ ഇപ്പോൾ MLA വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം 2023 ഓഗസ്റ്റ് 21 കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിട്ടുള്ള മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായത്. അതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിച്ചത്. പക്ഷേ ഒരു വർഷമായിട്ടും ഒരു വിധത്തിലുമുള്ള അന്വേഷണ പുരോഗതിയും ഉണ്ടായില്ല. പിന്നീടാണ് കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല ഉണ്ടായത്. അതിന് പിറകെ ADGP MR അജിത് കുമാർ ഇടപെട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തിന്റെ ചുമതല കോഴിക്കോട് സിറ്റി കമ്മീഷണറിൽ നിന്ന് മലപ്പുറം SP-ക്ക് കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ ഈ കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. പിന്നീടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും കാര്യമായ ചലനമുണ്ടായില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നീട് ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുന്നത് PV അൻവർ MLA നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് പങ്കുണ്ട് എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ആരോപണം തെളിയിക്കുന്ന ചില കാര്യങ്ങൾ തന്റെ കൈവശമുണ്ട് എന്നും MLA വ്യക്തമാക്കി. അതിന് പിറകെയാണ് ഇന്ന് ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളം ഗ്രൗണ്ടിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വിശദീകരണ യോഗം വിളിച്ചിരിക്കുന്നത്. ആ വിശദീകരണ യോഗം ഇപ്പോൾ അല്പസമയം മുമ്പ് ആരംഭിച്ചു. ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനറായിട്ടുള്ള അസ്ലം ബക്കറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒപ്പം MLA എത്തിയിട്ടുണ്ട്. MLA ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. ഇപ്പോൾ ഇവരുടെ കുടുംബം, അതായത് മാമിയുടെ കുടുംബം, അവരുടെ ഭാര്യമാർ, 2 ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ സഹോദരനും സഹോദരിയുമുണ്ട്, മക്കളുണ്ട്. അതുപോലെ മറ്റു കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്. വിവിധ മേഖലയിൽപ്പെട്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചില രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. CPI-യുടെ വെസ്റ്റ് ഹില്ലിലെ ഭാരവാഹികൾ ഉൾപ്പെടെ, ഭാരവാഹിത്വമുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായും മാമി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് MLA നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം CPIM-നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ADGP-ക്കും ഒക്കെ എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ MLA ഉന്നയിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ MLA-യുടെ ഈ പരിപാടി ശരിയാണ്. സഫീർ, എന്തു പറയും PV അൻവർ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, യോഗം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. വലിയ ജനപങ്കാളിത്തം കാണാം. വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഹദ്? ഉന്മേഷ, യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഗതം പറയുകയാണ് ഇപ്പോൾ PV അൻവർ MLA അല്പസമയം മുൻപാണ് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ ഹർഷാരവങ്ങളോടുകൂടിയാണ് PV അൻവർ MLA മുതലക്കുളത്തെ ഈ വേദിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ സ്വാഗതം ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഷഹദ് റഹ്മാനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA പങ്കെടുക്കുന്ന യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഈ പട്ടണത്തിൽ ഉണ്ടായി എന്നതാണ് ദുഃഖസത്യം. എന്നിട്ടോ അതിനെയെല്ലാം മറന്നുകൊണ്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ടും ഈ ആക്ഷൻ കമ്മിറ്റി ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് പല ചലനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ ലോകസഭാ ഇലക്ഷന് മാറിപ്പോയ ഉദ്യോഗസ്ഥന് വീണ്ടും നടക്കാവ് പോലീസില് മറ്റ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാരെയും മാറ്റിയപ്പോ ഈ PK ജിജീഷ് എന്ന് പറയുന്ന SHO-യെ നടക്കാവിലേക്ക് കൊണ്ടുവന്ന ഓർഡറാണിത്. കേരള സർക്കാർ പുറപ്പെടുവിച്ച ഓർഡറാണിത്.
ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാരെ മാറ്റിയപ്പോഴും ഇലക്ഷന്റെ ഭാഗമാക്കി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ആ SHOയെ മാത്രം നടക്കാവിൽ നിയമിച്ചു. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി സമരം ചെയ്തു, ഞങ്ങൾ ജനപ്രതിനിധികളെ കണ്ടു, വീണ്ടും സ്ഥലം മാറ്റി. അന്നത്തെ SHOയെ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുകയും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന SHOയെ എവിടേക്ക് നിയമിച്ചു? അത് ജൂലൈ 8-ാം തീയതി എവിടേക്ക് നിയമിച്ചു? അദ്ദേഹത്തെ നടക്കാവിലേക്ക് നിയമിച്ചു. സമാധാനമായി. ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് ഇങ്ങനെ ഈ തരത്തിലുള്ള ഇടപെടലുകൾക്ക്